അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ 1-ാം ക്ലാസ്സിലെ പൊന്നു കൂട്ടുകാരെ, പ്രിയപ്പെട്ട കുഞ്ഞു കുട്ടികളെ, നമ്മളൊക്കെ 1-ാം ക്ലാസ്സിലെ കൂട്ടുകാരാണല്ലേ. 1-ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ്സാണ്. ഉസ്താദ് എടുക്കുന്നതും മദ്രസയിൽ എടുക്കുന്നതും 1-ാം ക്ലാസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. ഏതായാലും നമ്മൾ 1-ാം ക്ലാസ്സിൽ ഉസ്താദ് നിങ്ങൾക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാകും അല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ബിസ്മി ചെല്ലണമെന്ന് ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. നമുക്കറിയാം, നമ്മളെ പാഠപുസ്തകം തുടങ്ങുമ്പോഴും നമുക്ക് ബിസ്മി ചൊല്ലണം അല്ലേ. അതുതന്നെ നമ്മുടെ പുസ്തകത്തിലും നമുക്ക് കാണാം. നമ്മൾ ആ പുസ്തകം മറിച്ച് നോക്കൂ. നമ്മൾ ആ പുസ്തകം മറിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് കാണാം. ഇതാ നോക്കൂ. അപ്പം നമ്മൾ മുകളിലേക്ക് നോക്കൂ. മുകളിൽ ആദ്യം തന്നെ ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ. ഇവിടെ കണ്ടോ, നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, ഇത് ബിസ്മിയാണ് ട്ടാ. ഈ ബിസ്മിക്ക് അടിയിൽ ഹംദും സ്വലാത്തൊക്കെ ഉണ്ട്. അത് നോക്കൂ. ഹംദ്, സ്വലാത്ത്, സലാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഉസ്താദ് നിങ്ങൾക്ക് ചൊല്ലി തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉസ്താദ് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് ചൊല്ലിയിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകൂല. ഏതായാലും അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒരു അറബിയിൽ ഒരു ദുആ ഉണ്ട്, ഒരു പ്രാർത്ഥന ഗാനം എന്നൊക്കെ പറയാം. അത് നിങ്ങൾക്ക് ഉസ്താദ് പാടിത്തന്നു, നിങ്ങൾ ഉസ്താദിന് പാടിക്കൊടുത്തു, നിങ്ങളത് കാണാതെ പഠിച്ചു. ഇപ്പം ഞാൻ ഈ പാഠം എടുക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളും ഇത് കാണാതെ പഠിച്ചിട്ടുണ്ട്. അതാ നോക്കൂ. അദു റബ്ബി അജ്ലു ഖൽബി അദബുൻ ഹസ്ബി മാഷാ അല്ലാഹ് റബ്ബി റബ്ബി സിദ്നി ലുബ്ബി ഹസ്സിൻ ഹിസ്ബി അല്ലാഹ് അല്ലാഹ് അദു റബ്ബി അജ്ലു ഖൽബി അദബുൻ ഹസ്ബി മാഷാ അല്ലാഹ് റബ്ബി റബ്ബി സിദ്നി ലുബ്ബി ഹസ്സിൻ ഹിസ്ബി അല്ലാ അല്ലാ. കണ്ട, കേട്ടു അല്ലേ? നല്ല രസമുള്ള പാട്ട്, നല്ല നല്ല അർത്ഥങ്ങളുണ്ട്. അതിപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പിന്നൊക്കെ പഠിക്കട്ടോ. നിങ്ങളിപ്പോൾ പാട്ട് കാണാതെ പഠിക്കാൻ കഴിയെങ്കിൽ പഠിച്ചോളൂ, നിർബന്ധിക്കൂല. പഠിച്ചില്ല എന്ന് വിചാരിച്ചും പ്രശ്നമില്ല, പഠിച്ച ഉസ്താദ്മാർക്കൊക്കെ വലിയ സന്തോഷമാകും. അങ്ങനെ ആ പാട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പുറത്തെ പേജിൽ ഇത് നോക്കൂ. ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇവിടെ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച്, കടലാസ് പെൻസിൽ എന്ന് പറയുന്ന വസ്തുവില്ലേ, ഈ കാണുന്നത്, ഇത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണോ, അവിടെ വരയ്ക്കണം. അത് വരച്ചിട്ടുണ്ടാകും മദ്രസയിൽ. ഒന്ന് ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട്. ഇവിടെ നോക്കൂ. മുകളിൽ നിന്ന് താഴോട്ടാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ നമുക്കറിയാം. ഇവിടെ കണ്ടോ, 1 എന്നൊരു നമ്പർ ഇട്ടിട്ടുണ്ട്. നോക്കൂ, അത് പുസ്തകത്തിലേക്ക് നോക്കൂ. 1 എന്നൊരു നമ്പർ അല്ലേ. അതിന് താഴെ 2 എന്നുണ്ട്. അപ്പോൾ 1 കഴിഞ്ഞിട്ടല്ലേ 2 വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1-ൽ നിന്ന് നേരെ താഴോട്ട് വന്ന് 2-ലേക്ക് ഇതുപോലെ പെൻസിൽ ഇങ്ങനെ കൊണ്ടുവരാം ട്ടാ. ഇനി അതിൻ്റെ അപ്പുറം നോക്കൂ. ഒന്നും കൂടെ നോക്കി. ഇവിടെ നമുക്ക് നമ്പറൊന്നും കാണാൻ കഴിയൂല. ഇപ്പുറത്ത് ചെയ്തതുപോലെ നമ്മൾ ഇവിടെയൊക്കെ ചെയ്യാം. അങ്ങനെ ഇതുപോലെ ഇതൊക്കെ ചെയ്യട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. അത് എളുപ്പമുണ്ട്. മുകളിൽ നിന്ന് താഴോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു. നല്ല കുട്ടികൾ, ഉസ്താദിന് ഇഷ്ടമായി. ഇനി നോക്കൂ, അതിന് നേരെ താഴെ അതെന്താ, അത് 1, 2 അതെങ്ങനെ കൊടുത്തിട്ടുള്ളത്? ഒരു സൈഡിൽ, വലത് സൈഡിലാണ് അത് യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. വലത് സൈഡ്, ഇടത് സൈഡിൽ 2. അഥവാ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈയില്ലേ, വലത്തെ കൈ, ആ കൈയിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് രണ്ടാമത്തെ കൈ നിങ്ങൾ നോക്കൂ. അങ്ങനെ മുന്നിൽ പഠിക്കാനും പുസ്തകത്തിൻ്റെ ഒപ്പൊക്കെ ഇരിക്കുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ 1-ൽ നിന്ന് വലത് കൈയിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട്
ഇടത് കൈയിന്റെ ഭാഗത്തേക്ക്, അഥവാ 1 നിന്ന് 2 അങ്ങനെ തന്നെ ശീലിക്കണം കേട്ടോ. ചില ആളുകൾ 2 നിന്ന് 1 എഴുതുന്നവരുണ്ട്. അങ്ങനെ എഴുതരുത് മക്കള് കേട്ടോ. അപ്പൊ 1 നിന്ന് 2 അതിപ്പോ അങ്ങനെ എന്ത് ചെയ്യാ, ഇതുപോലെ ഈ കാണുന്ന ഇതിലൊക്കെ നിങ്ങൾ വരക്കട്ടോ. ഈ കാണുന്ന ഇതൊക്കെ നിങ്ങൾ വരക്കട്ടോ. ഇനി നിങ്ങൾ നോക്കൂ, അതിന് നേരെ താഴെയുള്ളത് എളുപ്പമാണ്. 1 നിന്ന് 2 ചെരിഞ്ഞ് വരികയാണ് അല്ലേ. 1 നിന്ന് 2 ചെരിഞ്ഞ് വരുന്നു. അങ്ങനെ വന്നിട്ട് പിന്നെ 3 പോകുന്നു അല്ലേ. 3 പോകുന്നു. നല്ല എളുപ്പമുണ്ട് അല്ലേ. ഇനി 1 നിന്ന് 2 ഇതേപോലെ നമ്മൾ ഈ കാണുന്നതൊക്കെ ചെയ്യട്ടോ. ഇനി അടുത്തതിലൊരു അക്കം കൂടെ കൂടി. ഏതാ കൂടിയത്? 4 കൂടി അല്ലേ. അത് നോക്കൂ, 1 നിന്ന് 2 2 നിന്ന് 3 3 നിന്ന് 4 എളുപ്പമുണ്ടല്ലേ. ഒരു ത്രികോണ രൂപമായി. ഇതിനാണ് ത്രികോണ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ 1 2 3 4 അല്ലേ. ഇനി ഒന്ന് വരച്ച് നോക്കി. 1 2 3 4 ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ 1 മുതൽ 4 വരെ ഉണ്ട്. പക്ഷെ രൂപം മാറിയിട്ടുണ്ട്. 1 മുകളിലേക്ക് പോട്ടെ, 2 2 നിന്ന് അടിയിലേക്ക് 3 3 നിന്ന് 4 ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ വരയ്ക്കട്ടോ. അതുപോലെ ഈ കാണുന്ന ഇതൊക്കെ വരയ്ക്കട്ടോ. ഇനി നിങ്ങൾ നോക്കൂ, അടുത്തത് 1 മുതൽ 2 എങ്ങനെ ഒരു റൗണ്ട് പോലെ വളഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ. അത് നിങ്ങളെ പെൻസിലൊക്കെ റെഡിയാക്കുക, പിടുത്തം റെഡിയാക്കാൻ വേണ്ടിയിട്ട് എഴുത്ത് തുടങ്ങുമ്പോൾ അതൊന്ന് ഉഷാറാക്കാൻ വേണ്ടി. 1ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, ഇപ്പോൾ പണ്ടത്തെ പോലെ LKG UKG എന്നൊക്കെ റെഡി ആയിട്ടുണ്ടാകും. എന്നാലും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ 1 2 1 നിന്ന് 2 വരട്ടെ. അങ്ങനെ എല്ലാവരും 1 നിന്ന് 2 ചെയ്യൂ. കഴിഞ്ഞോ. ഇനി അടുത്തത് 1 നിന്ന് 2 2 നിന്ന് 3 അടുത്തത് 4 അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യണം അല്ലേ. അങ്ങനെ ചെയ്യൂ. ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക. ഇതൊക്കെ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. വീഡിയോ കുറക്കാൻ വേണ്ടി സ്പീഡിൽ പറഞ്ഞു പോണതേ. അപ്പോൾ ഇനി അടുത്തത് നോക്കൂ. അടുത്തതാണ് അപ്പുറത്തെ പേജ് മറക്കി. ഇത് കണ്ടോ, 1 നിന്ന് 2 പോകാനുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കറക്കം കറങ്ങാണ്ട് അല്ലേ. ഒരു 3 റൗണ്ട് പോലെ ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് പോകണം അല്ലേ. നേരെ പോയാൽ പറ്റുമോ? ഇടയ്ക്കൊരു കറക്കൊക്കെ വേണ്ട അല്ലേ. അങ്ങനെ ഇത് കറക്കം കറങ്ങി ഇതിങ്ങനെ പോവുക. അപ്പോൾ 1 നിന്ന് 2 അങ്ങനെ ഈ കാണുന്ന 4 ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് 1 നിന്ന് 2 മുന്നോട്ട് വന്നിട്ട് വളഞ്ഞിട്ട് പോവണം അല്ലേ. അത് ഈ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്യട്ടോ. ഇതൊക്കെ പെൻസിൽ റെഡിയാക്കാൻ നല്ല ശ്രദ്ധിച്ച് വരക്കണം. പുള്ളിയിലൂടെ തന്നെ വരക്കണം കേട്ടോ. ഇനി അപ്പുറത്ത് കണ്ട 1 നിന്ന് 2 എത്തുക. എത്ര ഇങ്ങനെ കയറ്റം കയറി പോണ പോലെ അല്ലേ. ഒരു കുന്ന് പിന്നെ ഒരു താഴ്ച, ഒരു കുന്ന് ഒരു താഴ്ച, ഇങ്ങനെ കയറ്റൊക്കെ കയറി പോണ പോലെ ഉണ്ട് അല്ലേ. മലയൊക്കെ വരക്കുമ്പോൾ ഉണ്ടാവില്ലേ അല്ലേ, അതുപോലെ ഉണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് 1 നിന്ന് 2 ആ വൃത്തിക്ക് ഇങ്ങനെ പോകണം കേട്ടോ. അങ്ങനെ ഈ 4 ചെയ്യണേ. പിന്നെ ഇതാ 1 നിന്ന് 2 സംഗതി 1 തുടങ്ങി 1 തന്നെയാണ് എത്തുന്നത്. അതൊരു വൃത്തമാണ്. ഒരു നമ്മൾ എന്ത് പറയും, വട്ടം എന്ന് പറയും ചിലർ. ഏതായാലും 1 നിന്ന് 2 ഇതാ സൈഡിലേക്ക് വന്നു, 3 വന്നു, 4 വന്നു, 5 4 വന്നു അല്ലേ. 4 നിന്ന് വീണ്ടും എടുക്കാൻ പോണത് 1 പോവാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. 1 നിന്ന് വന്ന് 1 തന്നെ എത്തുന്നു. അങ്ങനെ എല്ലാം കൂടെ ചെയ്യട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ, ഒരു പന്ത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് മനോഹരമാക്കി നിങ്ങൾക്ക് കൊടുക്കാം. അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? ഒരു റോസാപ്പൂവ് ഉണ്ട്. റോസാപ്പൂവ് എങ്ങനെ കൊടുക്കുക നമ്മൾ? റോസാപ്പൂവിന് നമുക്കറിയാം അല്ലേ. നല്ല രസമുള്ള റോസ് കളർ നമ്മൾ കൊടുക്കും. തണ്ടിനൊരു കളർ കൊടുക്കാം. പിന്നെ ഇലകൾക്ക് എന്ത് നിറം? ഇലകൾക്ക് പച്ച നിറം അല്ലേ. പൂക്കൾ പല നിറമുണ്ടെങ്കിൽ ഇലകൾക്കെല്ലാം പച്ച നിറം അല്ലേ. പൂക്കൾ പല രൂപത്തിലുണ്ട്, പക്ഷേ ഇലകൾക്ക് എന്താ കളർ? അധികം പച്ചയാണ് അല്ലേ. ഏതായാലും ആ കളറൊക്കെ കൊടുത്ത് ഈ പാഠം നിങ്ങൾക്ക് ഉഷാറാക്കി കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് 1ാമത്തെ പാഠം പഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കാൻ ഉണ്ടാകൂലേ? അടുത്ത ക്ലാസ്സുകളൊക്കെ കേൾക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.